വിവാദങ്ങൾക്ക് പിന്നാലെ ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്കെതിരെ നടപടിയെടുത്ത കേന്ദ്ര കായിക മന്ത്രാലയം ചട്ടങ്ങൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഗുസ്തി ഫെഡറേഷനെ സസ്പെൻഡ് ചെയ്തു. പോരാട്ടത്തിന്റെ ആദ്യപടിയാണ് സസ്പെൻഷനെന്ന് സാക്ഷി മാലിക് പറഞ്ഞു. കേന്ദ്ര നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ഫെഡറേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ഗുസ്തി ഫെഡറേഷന്റെ ചുമതല വഹിക്കാൻ എഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനോട് കേന്ദ്രം ആവശ്യപ്പെട്ടു. ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ ഈ മാസം 28 നിശ്ചയിച്ച ജൂനിയർ ഗുസ്തി ക്യാമ്പാണ് ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സസ്പെൻഷനിലേക്ക് നയിച്ചത്. ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാതെയാണ് ക്യാമ്പ് നിശ്ചയിച്ചത് എന്ന് കേന്ദ്ര കായിക മന്ത്രാലയം അറിയിച്ചു. ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചുമതല വഹിക്കാൻ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കാൻ കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് ഠാക്കൂർ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന് കത്തയച്ചു. വിരമിക്കൽ പ്രഖ്യാപനത്തിൽ അന്തിമ തീരുമാനം പുതിയ ഫെഡറേഷൻ എങ്ങനെയെന്ന് അറിഞ്ഞ ശേഷമെന്ന് സാക്ഷി മാലിക് പ്രതികരിച്ചു. जो हम चाहते हैं भाई महिला प्रेसिडेंट हो, एक अच्छा फेडरेशन हो कि आगे आने वाली बच्चियां सुरक्षित हो. സർക്കാരുമായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചർച്ച നടത്തും എന്ന് ബ്രിജ് ഭൂഷൺ പ്രതികരിച്ചു. मैंने 12 साल तक कुश्ती के लिए काम किया, अच्छा किया या गलत किया, इसका मूल्यांकन समय करेगा और एक तरीके से कुश्ती खेल से मैं संन्यास ले चुका हूं. വനിതാ താരങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക പരിഹരിക്കണമെന്ന് യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് ആവശ്യപ്പെട്ടു. താരങ്ങൾ ആരുടെയൊക്കെയോ ആയുധങ്ങളാകുന്നു എന്ന് BJP MP രമേശ് ബിദുരി വിമർശിച്ചു. താരങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഗുസ്തിയിൽ ആകണമെന്ന് ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ വ്യക്തമാക്കി. റിപ്പോർട്ടർ, ദില്ലി.